ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പെരുന്നാൾ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള രണ്ട് അടിപൊളി ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നമുക്ക് പെരുന്നാളിനൊക്കെ നല്ല അടിപൊളി ഡ്രിങ്കൊക്കെ കുടിക്കണം തോന്നുമ്പോൾ ഉണ്ടാക്കാൻ പറ്റിയ നല്ല ഡ്രിങ്കാണ്. ഒന്ന് ക്യാരറ്റ് ഡ്രിങ്കാണ് കേട്ടോ, പിന്നെ ഒന്ന് നേന്ത്രപ്പഴം വെച്ചിട്ടുള്ളതാണ്. രണ്ടും നല്ല വെറൈറ്റി ആയിട്ടുള്ള ഡ്രിങ്കാണ്, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. പിന്നെ നമ്മുടെ വീട്ടിലുള്ള കുറഞ്ഞ ചേരുവകൾ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഡ്രിങ്കുമാണ്. അപ്പോൾ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ഈ ഡ്രിങ്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ 4 ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ക്യാരറ്റിൻ്റെ സ്കിന്നെല്ലാം കളഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് ചെറിയ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം, എന്നിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു സോസ് പാനിലേക്ക് ക്യാരറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മളിത് വേവിക്കുന്നത്. നല്ല പോലെ വെന്തുടയുന്നത് വരെ വേവിക്കണം. ക്യാരറ്റ് നന്നായി വേവിച്ചിട്ടാണ് നമ്മൾ ഈ ഡ്രിങ്ക് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അടച്ചു വെച്ചിട്ട് വേവിക്കാം. അപ്പോൾ കണ്ടില്ലേ, ക്യാരറ്റ് നന്നായിട്ട് വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല പോലെ വേവിക്കണം. ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ തൊട്ട് കഴിയുമ്പോൾ ഇങ്ങനെ അലിഞ്ഞ് പോകുന്നൊരു പരുവത്തിലാണ് വേവിച്ചെടുക്കേണ്ടത്. കണ്ടില്ലേ, ക്യാരറ്റ് നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. തണുത്തതിന് ശേഷമാണ് നമ്മൾ ഡ്രിങ്ക് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ക്യാരറ്റൊക്കെ ഇവിടെ തണുത്തിട്ടുണ്ട്. ഇനി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി വേണ്ടത് പാൽ കട്ടയാക്കിയതാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ 1 പാക്കറ്റ് പാലാണ് ഇവിടെ കട്ടയാക്കി എടുത്തിട്ടുള്ളത്. പാൽ കട്ടയാക്കിയിട്ട് തന്നെ ചേർക്കണം കേട്ടോ ഈ ഡ്രിങ്ക് ഉണ്ടാക്കാൻ, എന്നാലാണ് അടിപൊളിയായിട്ട് കിട്ടുക. പിന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1 ഏലക്കേൻ്റെ കുരുവും ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ക്യാരറ്റ് കൊണ്ടൊക്കെ മിൽക്ക് ഷേക്ക് ഉണ്ടാക്കുമ്പോൾ ഏലക്ക ചേർത്താൽ നല്ലൊരു ഫ്ലേവറാണ്. പിന്നെ 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത്. പഞ്ചസാര മാത്രമല്ല, നമ്മൾ ഇതിലോട്ട് കണ്ടൻസ്ഡ് മിൽക്കും ചേർക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർക്കുന്നത്. അപ്പോൾ മിൽക്ക് മെയ്ഡ് ചേർത്ത് കഴിഞ്ഞാൽ അതൊരു ടേസ്റ്റാണ്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഞാനിവിടെ നല്ല പോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് സെർവ് ചെയ്യുന്നതിലാണ് കേട്ടോ വെറൈറ്റി. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇത് സാധാരണ ഒരു ക്യാരറ്റ് മിൽക്ക് ഷേക്കാണ് ഉള്ളത്. നമ്മളിത് സെർവ് ചെയ്യുന്നത് കുറച്ച് വെറൈറ്റി ആയിട്ടാണ്. അപ്പോൾ ഞാനിവിടെ കുറച്ച് കോൺഫ്ലേക്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കോൺഫ്ലേക്സ് ഒക്കെ ചേർത്തിട്ടാണ് നമ്മളിത് സെർവ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ മിൽക്ക് ഷേക്ക് കുടിക്കുമ്പോൾ നല്ല ക്രഞ്ചി ആയിട്ട് നമുക്ക് ഈ കോൺഫ്ലേക്സ് ഇങ്ങനെ കടിക്കാൻ കിട്ടും. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഞാൻ ഗ്ലാസ്സിലോട്ട് കുറച്ച് കോൺഫ്ലേക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ക്യാരറ്റ് മിൽക്ക് ഷേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് അതിൻ്റെ മുകളിൽ വീണ്ടും കുറച്ച് കോൺഫ്ലേക്സ് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ വേറൊരു ചേരുവ കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ ബൂസ്റ്റാണ്. അപ്പോൾ ഞാനിവിടെ 5 രൂപയുടെ ഒരു പാക്കറ്റ് ബൂസ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ പാക്കറ്റ് കൊണ്ട് 4 ഗ്ലാസ് ഡ്രിങ്ക് വരെ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ബൂസ്റ്റ് ഇതിൻ്റെ മുകളിലൊന്ന് വിതറിയിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ചെറി കൂടെ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ സൂപ്പറായിരിക്കും. അപ്പോൾ ഈ ഡ്രിങ്ക് കുടിക്കുമ്പോൾ നല്ലൊരു ക്യാരറ്റിൻ്റെ ഫ്ലേവറും ഏലക്കയുടെ ഫ്ലേവറും പിന്നെ നമ്മൾ ബൂസ്റ്റ് ചേർത്തിട്ടില്ലേ, അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റും ഉണ്ട്. പിന്നെ നമുക്ക് കടിക്കാൻ നല്ല ക്രഞ്ചി ആയിട്ടുള്ള കോൺഫ്ലേക്സും ഉണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1 ബനാനയും പിന്നെ 1ൻ്റെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ വലുതൊക്കെ ആണെന്നുണ്ടെങ്കിൽ 1 മതി. പിന്നെ നല്ല പഴുത്തത് നോക്കിയിട്ട് വേണം കേട്ടോ എടുക്കാൻ. നല്ല പഴുക്കാത്തതൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചവർപ്പുണ്ടാവും. അപ്പോൾ ബനാന ചെറിയ പീസായി കട്ട് ചെയ്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാനിപ്പോൾ 1/2 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. പഞ്ചസാര ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് പാല് കട്ടയാക്കിയതാണ്. അപ്പോൾ ഞാനിപ്പോൾ 1/2 ലിറ്റർ പാല് ഫ്രീസറിൽ വെച്ചിട്ടൊന്ന് കട്ടയാക്കി എടുത്തതാണിത്. നല്ല പോലെ കട്ടയാക്കണ്ട, അപ്പോൾ പിന്നെ നമുക്ക് അടിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാവും. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ബൂസ്റ്റാണ് കേട്ടോ. അപ്പോൾ 5 രൂപയുടെ പാക്കറ്റ് ബൂസ്റ്റ് ഉണ്ടല്ലോ, അത് ഫുള്ളായിട്ടാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ വലിയ ബോട്ടിലൊക്കെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ 3 ടേബിൾ സ്പൂണൊക്കെ ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിപ്പോൾ ഞാനിവിടെ നല്ല പോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവിങ് ഗ്ലാസ്സിലോട്ട് പകർത്തണം. അപ്പോൾ അത് സെർവ് ചെയ്യുന്നതിലാണ് കേട്ടോ ഈ ജ്യൂസിൻ്റെ സ്പെഷ്യൽ ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ വലിയ 2 ഗ്ലാസ്സാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് കോൺഫ്ലേക്സ് ആണ്. ഞാനിപ്പോൾ സ്ട്രോബെറി ഫ്ലേവറിലുള്ള കോൺഫ്ലേക്സ് ആണ് എടുത്തിട്ടുള്ളത്. ഫ്ലേവർ ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. പിന്നെ നമ്മൾ ഇതുപോലെയുള്ള ടൈപ്പ് ഡ്രിങ്കൊക്കെ ഉണ്ടാക്കുമല്ലോ, അപ്പോൾ കോൺഫ്ലേക്സ് ഇട്ട് കുടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. നല്ല ക്രഞ്ചിനെസ്സും കിട്ടും, പിന്നെ ഹെൽത്തി ആണല്ലോ. അപ്പോൾ 2 ഗ്ലാസിൻ്റെ അടിവശത്ത് കുറച്ച് കോൺഫ്ലേക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് ഡ്രിങ്ക് ഒഴിച്ചു കൊടുക്കാം. മുകളിലും നമുക്ക് കുറച്ച് കോൺഫ്ലേക്സ് ഇട്ട് കൊടുക്കണം. അതുകൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഡ്രിങ്ക് ഒഴിച്ച് ഫില്ല് ചെയ്യേണ്ട. അപ്പോൾ 2 ഗ്ലാസിൻ്റെ മുകൾ വശത്തും കുറച്ച് കോൺഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. നല്ലൊരു ക്രഞ്ചിനെസ് ആണ് കേട്ടോ ഈ ഡ്രിങ്ക് കുടിക്കുമ്പോൾ. അപ്പോൾ ഞാൻ ഇതുപോലെ മിൽക്ക് ഷേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ എല്ലാത്തിനും കോൺഫ്ലേക്സ് ഇട്ടിട്ടാണ് സെർവ് ചെയ്യാറുള്ളത്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ബൂസ്റ്റ് പൗഡർ ഇട്ട് കൊടുക്കാം. ഞാൻ 2 ഗ്ലാസ്സിലേക്ക് പോയിട്ട് 2 ടീസ്പൂൺ വീതമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്.
പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു ചെറി കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പാലും നേന്ത്രപ്പഴം കൊണ്ടുള്ള നമ്മുടെ കിടിലൻ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. കാണാൻ ഭംഗിയുള്ള പോലെ തന്നെ കുടിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നല്ലൊരു കിടിലൻ വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.